ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ശീലങ്ങളോ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, അതേപോലെ എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെയല്ല അല്ലേ. നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെറുതിലെ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും പറയുന്നൊരു ടേമാണ് കതിരെ കൊണ്ടുപോയി വളം വെക്കരുത് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ലോജിക്കായിട്ടുള്ളൊരു പ്രയോഗമാണ്? ശരിക്കും ലോജിക്കലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ഇപ്പോൾ ഒരു ക്യാരക്ടർ ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ കാര്യം ഒരുപാട് നമുക്ക് കൗൺസിലിങ്ങിന് വരുന്ന കാര്യമാണ്. സ്പീച്ച് ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുടെ കാര്യമുണ്ട്, ക്യാരക്ടർ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ, ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പേരൻസ് ഭയങ്കര വറീഡായിട്ടാണ് വരാറുള്ളത്. 6 വയസ്സ് 7 വയസ്സൊക്കെ കുട്ടികൾക്ക് കാണാറുള്ളൂ. നമ്മളൊരു 12 വയസ്സിന് മുന്നേ ആണെങ്കിൽ നമുക്കത് 100% ക്യൂർ ചെയ്യിക്കാൻ പറ്റും, ക്യൂറബിൾ ആണ്. ബട്ട് അതിന് മേളിലേക്കാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ക്യൂർ ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. അതിപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നമായിക്കോട്ടെ, അവൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവാം. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു 12 വയസ്സിൽ താഴെയാണ്, അഡോളസെൻ്റ് ഏജിന് താഴെയാണ് എങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കതിരയിൽ കൊണ്ട വളം വെക്കരുത് എന്ന് പറയുന്നത്. ശരിക്കും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ശീലങ്ങളോ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ ചെറുപ്പത്തിലെ അവൻ്റെ ക്യാരക്ടറിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരു 6 വയസ്സിൽ ഉള്ള ഒരു കുട്ടിയാണ്, അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവൻ്റെ ക്യാരക്ടറിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന പ്രശ്നമുള്ളത് അത് പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസിലൂടെ, അവൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ചസിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ വിത്തൗട്ട് മെഡിസിൻ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബട്ട് നേരെ മറിച്ച് ഇതങ്ങ് കടന്നുപോയി അവൻ ടീനേജിലേക്കൊക്കെ കടന്നാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ സ്കോപ്പ് വേണ്ട. അതിലാണ് ശരിക്കും കതിരെ കൊണ്ട് വളം വെക്കേണ്ട എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ജെക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു കേട്ടോ, തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് പ്രശ്നമുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് പറഞ്ഞു, ബിഹേവിയർ ചേഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളത്. അത് മാത്രമല്ല, നോർമലായ എല്ലാ കുട്ടികളുടെ കാര്യത്തിലും അത് ബാധകമാണ്. കാരണം അപ്പോൾ സൈക്കോളജി ബേസ്ഡ് ഇത് പറയുകയാണെങ്കിലും ഒരു കുട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത് ഒരു 10 വയസ്സിനുള്ളിലാണ്. സോ അതിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാവോ, നമുക്ക് എങ്ങനത്തെ സ്വഭാവം വേണം അല്ലെങ്കിൽ എങ്ങനത്തെ ക്യാരക്ടർ വേണം എന്നുള്ളത് അതിനുള്ളിൽ അവരുടെ ക്യാരക്ടർ രൂപപ്പെടുത്തിയെടുത്താൽ നല്ലത്. കാരണം അതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതിനാണ് കതിരിൽ വളം വയ്ക്കാന്ന് പറയുന്നത്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് തന്നെയായിരുന്നു. ഏത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അതിനായിരുന്നു, ചെടി എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ടായിരുന്നു. കാരണം ചെടി വളർന്ന് വലുതായി ഏറ്റവും വലുതായി കഴിഞ്ഞിട്ട് ബലങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടല്ല അതിന് കൊടുക്കേണ്ട വളം. വളരുന്ന സമയത്ത് നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ബലം ആ മരം തരും. സോ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. ആ ഒരു ഏജിന് മുമ്പ് തന്നെ ഒരു 10-12 വയസ്സിനുള്ളിൽ അവരുടെ ക്യാരക്ടർ രൂപപ്പെട്ടിരിക്കണം. അതിന് കൊടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അത് ആ സമയത്ത് തന്നെ കൊടുത്തിരിക്കണം. ചിലപ്പം പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാരൻസ് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇതെല്ലാ പാരൻസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണോ? ഒരിക്കലല്ല. കാരണം നോക്കൂ, എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, അതേപോലെ എല്ലാ സിറ്റുവേഷൻസും ഒരുപോലെയല്ല അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 60-70% കുടുംബങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളും ഒരേപോലെ ആയിരിക്കാം. കുട്ടികളും പാരൻസും ഒരുപോലെ വളരുന്ന ഒരു കാര്യമായിരിക്കാം. 2 സ്ഥലത്തും അച്ഛനും അമ്മയും ഉള്ള കുട്ടികളായിരിക്കാം. സോ അവർക്കിത് കാര്യങ്ങൾ റെഡി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്സും പാരൻറ്റിങ് സ്റ്റെപ്സൊക്കെ ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ളൊരു 30-40% ഇല്ലേ, അവിടെ ഡിഫറെൻ്റ് ആണ്. കാരണം ഒരു കാര്യം എടുത്ത് നോക്കൂ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുള്ള പാരൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അവിടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവിടെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും അവിടെ ഇപ്പോൾ വരാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ സിംഗിൾ പാരൻ്റായിട്ടുള്ളത്, പ്രത്യേകിച്ച് ചിലപ്പോൾ അച്ഛനും അമ്മയും വിദേശത്തായിരിക്കാം, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളിടത്തും ഒരു പാരൻറ്റിന് കൂടുതൽ റോൾസ് ഉണ്ട്. അവിടെ കൂടുതൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്. സോ അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ പാരൻ്റെ കാര്യം വരുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവോഴ്സ്ഡ്. അവിടുത്തെ കാര്യങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം അവരുടെ മാനസികാവസ്ഥയും ആ കുടുംബത്തിലെ മാനസികാവസ്ഥയും കുട്ടികളുടെയും പാരൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അവിടെ ഈ കാര്യങ്ങളിലപ്പുറം കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്.